ഈ യുദ്ധം പുനരാരംഭിച്ചേക്കാം, US-ഉമായുള്ള യുദ്ധം പുനരാരംഭിച്ചേക്കാമെന്ന സൂചനയുമായി ഇറാനും രംഗത്ത് വരികയാണ്. നിലവിലെ താൽക്കാലിക വെടിനിർത്തലിന്റെ ഭാവി സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ഈ പ്രതികരണം വരുന്നത്. കരാറുകൾ പാലിക്കുന്നതിൽ US-ന് പ്രതിബദ്ധതയില്ല. അതിനാൽ US-ഇസ്രായേൽ സഖ്യം വീണ്ടും യുദ്ധം ഏത് നിമിഷവും തുടങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് ഇറാന്റെ സായുധ സേന വ്യക്തമാകുന്നത്. തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ അമേരിക്ക അംഗീകരിച്ചില്ലെങ്കിൽ ഹോർമുസിൽ ഉപരോധം തുടരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുകയാണ്. ഒപ്പം ഗൾഫിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കും എന്നും ഇറാൻ വ്യക്തമാക്കുന്നു. തങ്ങൾക്ക് വളരെ വ്യക്തമായ പ്ലാനുകളുണ്ട് ഇക്കാര്യത്തിൽ. എണ്ണവില കുറയും തടയാനുള്ള മാധ്യമ നാടകങ്ങളാണ് ഇറാൻ ഉദ്യോഗസ്ഥർ നടത്തുന്നത് എന്നും കുറ്റപ്പെടുത്തുകയാണ്. ഡെപ്യൂട്ടി ആസ്ഥാനത്തെ ഡെപ്യൂട്ടി ചീഫ് മുഹമ്മദ് ജാഫർ അസദിയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. അമേരിക്കയുടെ ഭാഗത്തുണ്ടാകുന്ന ഏത് നീക്കത്തെയും നേരിടാൻ ഞങ്ങളുടെ സേന സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽ പറയുമ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ വിനോദ് ഇറാൻ ആവശ്യപ്പെടുന്നത് താൽക്കാലിക വെടിനിർത്തലല്ല ഞങ്ങൾക്ക് വേണ്ടത്, ശാശ്വതമായ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് ഭാവിയിലും തങ്ങളെ ആക്രമിക്കുക എന്നുള്ള ഉറപ്പ് കിട്ടുകയാണ്. ഈ ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഒരു കരാറിലേക്ക് തങ്ങൾ എത്തുകയുള്ളൂ എന്ന് വളരെ കൃത്യമായി ഇറാൻ വ്യക്തമാക്കുന്നത് അമേരിക്കയോടുള്ള ഈ വിശ്വാസക്കുറവിൻ്റെ പുറത്താണ്. തീർച്ചയായും രഞ്ജിത്ത്, അങ്ങനെ തന്നെയാണ്. ജാഫർ അസദിയുടെ വാക്കുകൾ പരിശോധിക്കുമ്പോൾ ഇതുവരെ അവർ അമേരിക്കയിൽ എത്രമാത്രം അവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നോ അത് അതേപടി തുടരുന്നു എന്നത് തന്നെയാണ്. കാരണം അമേരിക്ക ഇപ്പോൾ നടത്തുന്നത് നാടകമാണ്. അങ്ങനെ ഒരു നാടകത്തിൻ്റെ ആവശ്യമില്ല. യുദ്ധം എക്കാലത്തേക്കുമായി അവസാനിപ്പിക്കുക, അങ്ങനെ ഒരു കരാറാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത്. ജാഫർ അസദ് ഇത് പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി അമേരിക്കയിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കൂടി നമ്മൾ പരിശോധിക്കേണ്ടത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡെമോക്രാറ്റുകൾ അതിശക്തമായി ഈ യുദ്ധത്തെ എതിർക്കുന്നുണ്ട്. കാരണം വലിയ തോതിൽ അമേരിക്കയ്ക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുന്ന ഒരു സാഹചര്യമാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ പോലും ഇങ്ങനെ ഒരു യുദ്ധം കൊണ്ടുപോകുന്നതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ട്രംപിൻ്റെ സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ അത്തരം വിമർശനങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും ആ സർക്കാർ ഒന്ന് പ്രതിരോധത്തിലേക്ക് പോകുന്ന നിലയുണ്ട്. മാത്രമല്ല ഹിതപരിശോധന വരികയാണ് അമേരിക്കയിൽ. ഈ സർക്കാരിൻ്റെ പകുതി കാലാവധിയാകുമ്പോഴുള്ള ഹിതപരിശോധന ഒരുപക്ഷെ അമേരിക്കയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള യുദ്ധമായി ഇത് മാറുന്നു എന്നൊരു തോന്നൽ പൊതുവിൽ അമേരിക്കയിൽ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിലുണ്ട്. അതൊക്കെ തന്നെ അമേരിക്കയെ സംബന്ധിച്ചും പ്രതിസന്ധി ഉണ്ടാക്കുന്നതാണ്. അവിടെയാണ് ഒരു തടിതപ്പൽ എന്ന നിലയ്ക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നു. മാനുഷിക പരിഗണിച്ചുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്നില്ല, അവിടുത്തെ ജനങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുന്നുള്ള പ്രസ്താവനയൊക്കെ വരുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ജാഫർ അസദി ഉൾപ്പെടെയുള്ള ഇറാൻ്റെ സൈനിക മേധാവിമാരോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണകൂടമോ വിശ്വസിക്കുന്നില്ല. എന്തിനേറെ മധ്യസ്ഥ രാഷ്ട്രങ്ങൾക്ക് പോലും വിശ്വാസമില്ല. കാരണം ഒമാൻ്റെ നേതൃത്വത്തിൽ ഒരു മധ്യസ്ഥ ചർച്ച നടന്നു, അത് വിജയം എന്ന തരത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുമ്പോഴാണ് ആദ്യം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്ന് ഇറാന് നേരെയുള്ള ആക്രമണം നടക്കുന്നത്. പിന്നീട് ഖമേനി ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊല്ലപ്പെടുന്നത്. അതിന് ശേഷം ഇങ്ങോട്ട് പലപ്പോഴും ട്രംപ് നിലപാട് മാറ്റുന്ന നിലയായിരുന്നു. ഓരോ ദിവസം തന്നെ പല നിലപാടുകളിലേക്ക് ട്രംപ് മാറിപ്പോകുന്ന കാഴ്ചയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപ് പറയുന്നത് മുഖവിലക്കെടുക്കാൻ കഴിയില്ല. ഇത് ഇപ്പോൾ പാകിസ്ഥാനാണ് മധ്യസ്ഥ ചർച്ച നടത്തിയിരുന്നതെങ്കിലും ഇറാനും അമേരിക്കയ്ക്കും താല്പര്യമില്ലാത്ത വിധം പാകിസ്ഥാൻ അതിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ റഷ്യയുടെ ഇടപെടൽ നടക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായൊരു കരാറില്ലെങ്കിൽ അമേരിക്കയുമായി ഏറ്റുമുട്ടലിലേക്ക് തന്നെയാണ് എന്ന കാര്യം ഇറാൻ തറപ്പിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല ഗൾഫ് വീണ്ടും സംഘർഷഭരിതമാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം ഗൾഫിലെ പല രാജ്യങ്ങളും പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ സൗദി അടക്കമുള്ള രാജ്യങ്ങൾ ദുബായും അല്ലെങ്കിൽ UAEയും ഖത്തറും കുവൈറ്റും ഒക്കെ തന്നെ ബഹ്റൈനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങൾ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലേക്ക് എല്ലാം തന്നെ വീണ്ടും തിരിച്ചടി ആരംഭിക്കും. നേരത്തെ ഈ രാജ്യങ്ങളിലെ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്ന് ശക്തമായ ആക്രമണം ഉണ്ടായിരുന്നു. അത് വീണ്ടും തുടരേണ്ടി വരും എന്ന കാര്യമാണ് ഇറാൻ. അതുതന്നെയാണ് ഈ ട്രംപിനെയും ഈ യുദ്ധത്തിൽ നിന്ന് വെടിനിർത്തൽ കരാറിലേക്കൊക്കെ എത്തിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.